24 കൗണ്ടിംഗ് ഡേ മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ. കനത്ത മഴയിൽ കോട്ടയം അയർക്കുന്ന മേഖലയിൽ വെള്ളം കയറി നിരവധി കുടുംബങ്ങളെ ഇപ്പോൾ മാറ്റിപ്പാർപ്പിച്ചിരിക്കുകയാണ്. മീനച്ചലാർ കരകവിഞ്ഞതാണ് ഈ ദുരിതത്തിന് കാരണമായിരിക്കുന്നത്. കോട്ടയത്ത് നിന്ന് ടോബി ജോൺസൺ വിശദാംശങ്ങൾ അപ്ഡേറ്റ് ചെയ്യും. ടോബി, പറയൂ. വെള്ളം കാണിച്ചോ, വൈഡ് പിടിച്ചോ. ഗുഡ് മോർണിംഗ് എസ്കെൻ. എന്തായാലും പാലായിലേക്ക് ദുരിതം ഒരല്പം ഒഴിഞ്ഞിട്ടുണ്ട്. കാരണം അവിടെയുള്ള വെള്ളമെല്ലാം ഇന്നലെ ഉരുൾപൊട്ടലിനെ തുടർന്നാണ് ഈ ഒരു വെള്ളം ശക്തമായി മീനച്ചിലാറ്റിലേക്ക് എത്തിയത്. എന്തായാലും അവിടെ ഉണ്ടായിരുന്ന ആ വെള്ളമെല്ലാം മീനച്ചിലാറ്റിലൂടെ ഒഴുകി താഴ്ന്ന പ്രദേശത്തേക്ക് എത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് അയർക്കുന്നം അറുമാനൂർ വെള്ളാപ്പള്ളി എന്ന് പറയുന്ന പ്രദേശത്താണ്. അവിടെ റോഡുകളിലും അതുപോലെ തന്നെ പല വീടുകളിലുമെല്ലാം വെള്ളം കയറിയിട്ടുണ്ട്. നമുക്ക് കാണാം ഇതുപോലെയുള്ള സ്ഥലങ്ങളിലെല്ലാം കൃഷിയിടങ്ങളുണ്ട് നിരവധി. ആ കൃഷിയിടങ്ങളിലെല്ലാം തന്നെ വെള്ളം കയറി അവരുടെ കൃഷിയെല്ലാം നശിച്ചിട്ടുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. നിരവധി കുടുംബങ്ങളെ അവിടേക്ക് മാറ്റിയിട്ടുണ്ട് എന്നാണ് നമുക്ക് വിവരം ലഭിക്കുന്നത്. എന്തായാലും വലിയൊരു ദുരിതത്തിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല. ഇന്നൊരു ആശ്വാസമുള്ളത് മഴ മാറി നിൽക്കുന്നുണ്ട്. മഴ മാറി നിൽക്കുന്നത് കൊണ്ട് തന്നെ വെള്ളം ഇറങ്ങിയാൽ ഈ ദുരിതങ്ങളെല്ലാം മാറുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഉരുൾപൊട്ടിയത് കൊണ്ടാണ് ഇത്തരത്തിൽ കരകവിഞ്ഞ് മീനച്ചിലാർ ഒഴുകാനുള്ള ഒരു കാരണം. താഴ്ന്ന പ്രദേശങ്ങളാണ് കൂടുതൽ ബുദ്ധിമുട്ടുന്നത്. ചേട്ടാ, ഇവിടെ കൃഷിയൊക്കെ പോയിട്ടുണ്ടോ? ഇവിടെ മീനച്ചിലാറും പന്നവന്തോടും കൂടെ യോജിക്കുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ ആയിരക്കണക്കിന് കപ്പ 10-25 ഏക്കർ കപ്പ നശിച്ച് വെള്ളത്തിനടിയിൽ കിടക്കുക. കപ്പ കൃഷിയാണ് മെയിനായിട്ട്. പിന്നെ വാഴയും മറ്റ് ഒത്തിരി നാശനഷ്ടങ്ങൾ വന്നിട്ടുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട്. വീടുകളിലൊക്കെ വെള്ളം. ദുരിതാശ്വാസ ക്യാമ്പ് പള്ളിയുടെ സ്കൂളുണ്ട്, അവിടെ തുടങ്ങിയിട്ടുണ്ട്. അവിടെ കരിക്കാട് ഭാഗം അവിടെ മുഴുവൻ വെള്ളത്തില്ല. അവിടെ വീടുകളെല്ലാം മുങ്ങിപ്പോയി. അവരെ സ്കൂളിലേക്ക് മാറ്റിയിരിക്കുക രാവിലെ ഫയർഫോഴ്സ് വന്നു. ഇപ്പം വെള്ളം ഇറങ്ങുന്നുണ്ടോ? ഇപ്പം വെള്ളം ഇറക്കത്തില്ല. പാലാ ഭാഗത്ത് നിന്ന് വെള്ളം ഇറങ്ങുമ്പോൾ ഇവിടെ വെള്ളം താഴ്ക്കും, കൂടുതലായിട്ട് വരും. എന്തായാലും അതാണ് പാലാ ഭാഗത്ത് വെള്ളം ഇറങ്ങിയതാണ് ഈ ഒരു മേഖലകളിൽ വെള്ളം കയറാനുള്ള കാരണമായി പറയുന്നത്. എന്തായാലും ഇത് ഇവിടെ നിന്നും താഴ്ന്ന പ്രദേശങ്ങൾ, കോട്ടൺ ടൗൺ പോലെയുള്ള മേഖലകളിലേക്ക് എത്തും. അപ്പോൾ ആ പ്രദേശത്തായിരിക്കും ദുരിതമുണ്ട്. ഏതായാലും വെയിൽ വന്നത് അല്ലെങ്കിൽ വെയിൽ ഉദിച്ചതും മഴ മാറി നിൽക്കുന്നതും വലിയൊരു ആശ്വാസമായി തന്നെ നമുക്ക് കാണാം. എസ്കെൻ. ഓക്കെ, താങ്ക് യു ടോബി. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.